ഞങ്ങൾ ബലിവേദിയിൽ ബലിയർപ്പണത്തിനായി അണയുന്നിതാ അണയുന്നിതാ. ഞങ്ങൾ ബലിവേദിയിൽ ബലിയർപ്പണത്തിനായി അണയുന്നിതാ. നാഥന്റെ കാൽവരിയാഗത്തിനോർമ്മകൾ അനുസ്മരിക്കാനണയുന്നിതാ. നാഥന്റെ കാൽവരിയാഗത്തിനോർമ്മകൾ അനുസ്മരിക്കാനണയുന്നിതാ അണയുന്നിതാ. ഞങ്ങൾ ബലിവേദിയിൽ ബലിയർപ്പണത്തിനായി അണയുന്നിതാ. നാഥാ ഈ ബലിവേദിയിൽ കാണിക്കയായി എന്നെ നൽകുന്നു ഞാൻ. നാഥാ ഈ ബലിവേദിയിൽ കാണിക്കയായി എന്നെ നൽകുന്നു ഞാൻ. ഞങ്ങൾ ബലിവേദിയിൽ ബലിയർപ്പണത്തിനായി അണയുന്നിതാ. നാഥാ ഈ ബലിവേദിയിൽ കാണിക്കയായി എന്നെ നൽകുന്നു ഞാൻ. നാഥാ ഈ ബലിവേദിയിൽ കാണിക്കയായി എന്നെ സ്നേഹം മാംസവും രക്തവുമായി എന്നാവിലലിയുന്ന ഈ വേളയിൽ. സ്നേഹം മാംസവും രക്തവുമായി എന്നാവിലലിയുന്ന ഈ വേളയിൽ. എൻ ചെറുജീവിതം നിൻ തിരുകൈകളിൽ ഏകാം നാഥ നിന്മാറിൽ ചേർത്തണയ്ക്കൂ. എൻ ചെറുജീവിതം നിൻ തിരുകൈകളിൽ ഏകാം നാഥ നിന്മാറിൽ ചേർത്തണയ്ക്കൂ. അണയുന്നിതാ ഞങ്ങൾ ബലിവേദിയിൽ എൻ ചെറുജീവിതം നിൻ തിരുകൈകളിൽ ഏകാം നാഥ നിന്മാറിൽ ചേർത്തണയ്ക്കൂ. എൻ ചെറുജീവിതം നിൻ തിരുകൈകളിൽ ഏകാം നാഥ നിന്മാറിൽ ചേർത്തണയ്ക്കൂ. അണയുന്നിതാ ഞങ്ങൾ ബലിവേദിയിൽ ബലിയർപ്പണത്തിനായി അണയുന്നിതാ.
നാഥന്റെ കാൽവരിയാകത്തിനോർമ്മകൾ അനുസ്മരിക്കാനണയുന്നിതാ ഞങ്ങൾ ബലിവേദി ബലിയർപ്പണത്തിനായി അണയുന്നിതാ നാഥ ഈ ബലിവേദി കാണിക്കയായി എന്നെ നൽകുന്നു ഞാൻ നാഥ ഈ ബലിവേദി കാണിക്കയായി എന്നെ അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദി ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദി അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദി സ്വരമായി അണയാമീ ബലിവേദി ബലിയായി നൽകാം തിരുനാഥനായി പൂജ്യമാമീ വേദിയിൽ. സ്നേഹനിറഞ്ഞ പ്രിയപ്പെട്ട വികാരിച്ച ജൻകാളച്ച പ്രൊവിൻഷ്യലച്ച സഹകാരികളെ, ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹനിറഞ്ഞ അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മുടെ ഇടവകയ്ക്ക് തമ്പുരാൻ നൽകിയ വലിയൊരു അനുഗ്രഹത്തിന് നന്ദി പറയുവാനായിട്ട്, ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ സുദിനത്തിൽ പരിശുദ്ധമായുള്ള ദേവാലയത്തിൽ ദൈവത്തിൻ്റെ മക്കളായ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എനിക്ക് കിട്ടിയ ഒരു ദാനത്തെക്കാൾ ഉപരിയായിട്ട് തിരുസഭയ്ക്ക് ലഭിച്ച, പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയ്ക്ക് ലഭിച്ച ദൈവത്തിൻ്റെ ഒരു മഹാദാനമാണിത്. എന്നോടൊപ്പം ഇടവകയിലുള്ള ഇതേ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് വന്നിരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സ്വർഗസ്ഥനായ പിതാവിന് നന്ദി അർപ്പിക്കാൻ, അനുഗ്രഹത്തെ യാചിക്കാൻ, തമ്പുരാൻ നമ്മുടെ ഇടവകയ്ക്കും നാടിനും നമുക്കേവർക്കും നൽകിയ ഏറ്റവും വലിയ ദാനമാണ് എനിക്ക് മെത്രാഭിഷേകത്തോടെ ലഭിച്ച അപ്പസ്തോലിക ദൗത്യം. ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈശോ മിശിഹ സ്നേഹപൂർവ്വം തിരഞ്ഞെടുത്തവരെ ഫലം കൽപ്പിച്ച മഹാദാനമാണ് അപ്പസ്തോലികത. നാം എല്ലാവരും ഒന്ന് ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് ഈ കൃതജ്ഞതാ ബലി അർപ്പിക്കുകയാണ്. ഈ കൃതജ്ഞതാ ബലി അർപ്പിക്കുമ്പോൾ സ്നേഹത്താൽ സൃഷ്ടിച്ച് വാത്സല്യത്തോടെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹപിതാവായ ദൈവത്തിന്
നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. ക്രൈസ്തവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മാതൃകകളിലൂടെയും വിലയേറിയ പ്രാർത്ഥനകളിലൂടെയും സ്നേഹനിർഭരമായ പ്രോത്സാഹനത്തിലൂടെയും ആത്മാർത്ഥമായുള്ള തിരുത്തലുകളിലൂടെയും എന്നെ രൂപപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട എൻ്റെ എല്ലാ ഇടവക മക്കളെയും, മാതാപിതാക്കളെയും, സഹോദരി സഹോദരന്മാരെയും, ബന്ധുക്കളെയും, ഗുരുഭൂതരെയും, സുഹൃത്തുക്കളെയും ദൃശ്യമായി മാത്രമല്ല അദൃശ്യമായി അനുഗ്രഹിച്ചു വളർത്തിക്കൊണ്ടിരിക്കുന്ന അനേകരെയും ഒത്തിരി നന്ദിയോടെ ഈ ബലിവേദിയിൽ ഓർക്കുന്നു. നിത്യസൗഭാഗ്യത്തിനായി ദിവസത്തിലേക്ക് കടന്നുപോയിരിക്കുന്ന ഇടവകയിൽ നിന്നുള്ള എല്ലാവരെയും, പ്രിയപ്പെട്ട എൻ്റെ അപ്പച്ചനെയും മറ്റുള്ളവരെയും സ്നേഹത്തോടെ ഓർക്കുന്നതോടൊപ്പം അവിടെ ആത്മശാന്തിക്കായി ഈ ബലിവേദിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്നലെ കർമ്മങ്ങൾ ബസിക്കായി നടന്നപ്പോൾ ഒത്തിരിയേറെ ദൈവാനുഗ്രഹം നമുക്കുണ്ടായി. നല്ല കാലാവസ്ഥ ലഭിക്കുവാനായിട്ട് കഴിയാൻ ഇടപെടൽ ഇടവയിൽ നിന്ന് ഒത്തിരിയേറെ സ്നേഹത്തിന്റെ സഹോദരങ്ങൾ അതിൽ പങ്കിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി. അതിനെല്ലാം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പകരം നമുക്ക് നൽകിയ പരിശുദ്ധമായിട്ട് ബലിയർപ്പിക്കുമ്പോൾ സ്നേഹത്തിലൊന്നായി നിർമ്മലമായ ഹൃദയത്തോടും പരിശുദ്ധമായ മനസ്സാക്ഷിയോടും കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഗീവർഗീസഹനായുടെ മാധ്യസ്ഥത യാചിച്ചുകൊണ്ട് നമുക്കേറെ ഭക്തിയോടെ ഈ ഹൃദയത്തിൽ അർപ്പിക്കാം. ഇടവകക്കാരായ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾ കൂടുതലായി എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഈ പുതിയ ദൗത്യം ഫലമേൽക്കുമ്പോൾ നിങ്ങളുടെ അനുഗ്രഹം അത്യാവശ്യമാണ്. അതുകൊണ്ട് ദയവായി എല്ലാവരും വലതുകരം ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം എനിക്ക് വേണ്ടിയും പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ചിരുന്ന ദൗത്യവും പൂർണ്ണമാക്കുവാൻ വേണ്ടിയിട്ട് ദൈവമഹത്വത്തിനും സഹോദരങ്ങളുടെ നന്മയ്ക്കും സഭയുടെ വളർച്ചയ്ക്കുമായിട്ട് ഈ ദൗത്യം വിനിയോഗിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
സർവ്വ